ഹായ് നമസ്കാരം. വ്ളോഗേട്ടനാണ്. നമ്മുടെ ബീച്ചിലൊന്ന് നടക്കാനിറങ്ങിയതാണ്. നല്ല മഴയാണ് കേട്ടോ, ഭയങ്കര മഴയായിരുന്നു. രാത്രിയും പകലും പുലർച്ചെ ഒക്കെ തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോഴും ആകെ മൂടി നിൽക്കുകയാണ്, മൊത്തം മഴക്കാർ മൂടി നിൽക്കുകയാണ്. ഭയങ്കര മഴയായിരുന്നു, ശരിക്കും ഇരുട്ടടച്ച മഴ, ഇരുട്ട് മൂടി നിൽക്കുന്ന പോലെയായിരുന്നു അന്തരീക്ഷമൊക്കെ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വരുന്നേ ഉള്ളൂ. സമയം 10-11 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും ഒരു വെളിച്ചം ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പിന്നെ കടലാക്രമണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ലതുപോലെ മണൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല തരി മണൽ കണ്ടോ. ബീച്ചൊക്കെ ഇപ്പോൾ നല്ല മനോഹരമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കടലെടുത്ത് പോയാൽ, കാരണം അവിടെ വരെയും കടലെടുത്ത് പോയിരുന്ന സ്ഥലങ്ങൾ, ആ ഒരു തെങ്ങിൻ്റെ അപ്പുറം വരെയും കടലായിരുന്നു. കുഴിച്ച ഒരു ബോർഡർ പോലെ നിങ്ങൾക്ക് കാണാം. ആ ഒരു ബോർഡർ വരെയും കടലായിരുന്നു. അതിനുശേഷം ഇത്രയും ഏരിയ വീണ്ടും മണ്ണിട്ട് നികത്തി വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ മണലിടലില്ല കേട്ടോ. കുറച്ച് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ വടനപ്പള്ളി ബീച്ച്, ഗണേശമംഗലം ബീച്ച്, ആ ഭാഗത്തൊക്കെ ഇപ്പോഴും അത്യാവശ്യം നല്ല കുഴിക്കലാണ്. കുഴിപ്പന്തരമാലകൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ എൻ്റെ വീടിൻ്റെയൊക്കെ ആ ഒരു പരിസരം, ആ ഒരു ഭാഗം, പൊക്കുളങ്ങര ബീച്ച് ഭാഗമൊക്കെ ഇപ്പോൾ മണൽ അത്യാവശ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അത് നല്ല തരി മണലാണ്, നല്ല ഭംഗിയുള്ള, കാണാനും നല്ല ഭംഗിയുള്ള മണലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ മണലിലൊക്കെ നിറച്ച് പൂവാലിക്ക എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ പൂവാലിക്ക എന്നുള്ളത്. ഇപ്പോൾ നല്ല തിരയുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല. ഞാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കാണിക്കാം. നല്ല തിരയാണ് കേട്ടോ. ഈ രണ്ട് മൂന്ന് തര ഒന്ന് പോട്ടെ, എന്നിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് വെറുതെ മാന്തി നോക്കിയാൽ കാണാം നമുക്ക് ഈ പൂവാലിക്കാനെ. ആ ഒരു തരയും കൂടി പോയിട്ട് നമുക്ക് നോക്കാം. ഇനി കുറച്ച് ഒരു ഗ്യാപ്പ് കിട്ടും. ഇതിവിടെ നമ്മൾ ഇങ്ങനെ മാന്തി കഴിഞ്ഞാൽ ഇതിലുണ്ടാവും കേട്ടോ, ഇതിലുണ്ടാവും സംഭവം. ഇതിൽ ചെറിയ ഞണ്ട് പോലത്തെ സംഭവങ്ങളുണ്ടാവും. 1 2 ഇതിലൊക്കെ ഉണ്ടാവുക. 3 വെറുതെ ഇങ്ങനെ മാന്തിയാൽ മതിട്ടാ. കണ്ടോ, ഇതാണ് ഈ പൂവാലിക്ക എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇത് വലുതാവും. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെ കഴിക്കും. നമ്മുടെ അവിടെയും കഴിക്കുന്നവരൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ മുമ്പ് കഴിച്ചിരുന്ന ആളുകൾ വറുത്തൊക്കെ കഴിക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ആരും എടുക്കാറില്ല. ഇത് കുറച്ച് നല്ല വലുപ്പം വയ്ക്കും കേട്ടോ. ഇതിപ്പോൾ മുട്ടയിടേണ്ട ഒരു പ്രായമാണ്. ഇതിൻ്റെ ബാക്കിലൊക്കെ നോക്കി കഴിഞ്ഞാൽ മുട്ടയൊക്കെ കാണാം. ഒരു ഓറഞ്ച് കളറിൽ കാണുന്നത് അതിൻ്റെ മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഈ പൂവാലിക്ക നിറച്ചുണ്ട്. ഇപ്പോൾ ഈ മണൽ ഇട്ടിരിക്കുന്ന സമയത്ത് നന്നായിട്ട് പൂവാലിക്ക ഉണ്ട്. അപ്പോൾ ഈ പൂവാലിക്ക തിന്നാൻ വേണ്ടി ഒരുപാട് പക്ഷികൾ ഇവിടെ വരുന്നുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം കുറേ ചെറിയ പക്ഷികൾ നിന്ന് ഇങ്ങനെ കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വലിയ കടൽക്കാക്കകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ പൂവാലിക്കനെ തിന്നാൻ വേണ്ടി. അത്ര അധികം ഉണ്ട് ഇവിടെ. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് മാന്തിയാൽ തന്നെ നമുക്ക് കൈ കൊണ്ട് ഒരു പിടി മണ്ണെടുത്ത് കഴിഞ്ഞാൽ അതിലൊരു 3-4 എണ്ണെങ്കിലും ഉണ്ടാവും. അത്ര അധികം പൂവാലിക്കുണ്ട്. അപ്പോൾ അത് തിന്നാനാണ് ഈ പക്ഷികളൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. കുറേ പക്ഷികൾ വന്നിട്ടുണ്ട് അവിടെ. ചെറിയ പക്ഷികൾ കുറേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് കുറച്ച് കടൽ കൂടുതലാണ്. ഇപ്പോൾ മഴയും അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കടലും ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. എന്നാലും മണൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. കാരണം കടൽ എത്രയും വേഗം ആ പുഴയിൽ വന്ന് മുട്ടി ഭയങ്കര ഡേഞ്ചർ ആവുമെന്ന് ആണ് നമ്മളെല്ലാവരും പേടിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ മണൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം കടൽ അത്രയും ഒന്ന് ഒതുങ്ങി നിൽക്കുമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവിടം വരെ, അതായത് ഏകദേശം അഴിമുഖത്തിൻ്റെ ആ പുലിമുട്ട് വരെയും നമുക്ക് കൃത്യമായിട്ട് കാണാം. മുമ്പ് അങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നു. കാരണം ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ഇവിടെയാണ് ആ ഒരു വീണുപോയ വീടുണ്ടായിരുന്നു കേട്ടോ. മുമ്പ് നമ്മൾ പലതവണ കാണിച്ചിട്ടുണ്ട്. ആ ഒരു വീട് വീണതും വീഴുന്നതിന് മുമ്പും ഒക്കെ ആയിട്ട് പലതവണ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ വന്നപ്പോൾ ആ വീട് തകർന്നു കിടക്കുന്ന വീട് അതിൻ്റെ വാർക്കൊക്കെ പൊട്ടിച്ചിട്ട് കമ്പിയൊക്കെ ആക്രിക്കാരെടുത്തുണ്ടോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീടുണ്ടായിരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ എവിടെയോ ആണെന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ അത് കാണാനേ ഇല്ല. അതിൻ്റെ ഒരു അവശിഷ്ടം പോലും കാണാനില്ല. ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് പോലും ഇല്ല. ഈ ഒരു ഭാഗത്താണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഏകദേശം ഒരു പരിസരം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്താണ് ആ വീടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. കണ്ടോ, ഒരു
തെളിവ് പോലും അവശേഷിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനൊരു തെളിവ് പോലും ഇവിടെ ബാക്കി വെച്ചിട്ടില്ല. അപ്പോൾ കടലിൻ്റെ ഒരു കാര്യം അങ്ങനെയാണ് കേട്ടോ. വീട് പോയി. ഇനിയിപ്പോൾ ഇവിടെ വരുന്നവരാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? ആരെങ്കിലും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? അപ്പോൾ അതാണ്. ഇനി അപ്പുറത്തെ വീട് അത് ഏതാണ്ട് പോവാറായിട്ടുണ്ട് കേട്ടോ. ഇവിടേക്കാണ് അന്ന് മൊത്തം ചെളി കയറി കിടന്നിരുന്നത് കേട്ടോ. അതൊക്കെ പോയി ഇപ്പോൾ മണലായി. മണൽ ഡെപ്പോസിറ്റ് ചെയ്ത് കയറ്റി കണ്ടോ. നല്ല വെളുത്ത മണൽ കയറിയപ്പോൾ കാണാനും നല്ല ഭംഗിയായി. മുമ്പ് ആകെ മൊത്തം ഇവിടെ ചെളി ആകെ നിറഞ്ഞു കിടക്കല്ലായിരുന്നേ. അപ്പം അതൊക്കെ പോയിട്ടാ. നായ്ക്കളുണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ സാധാരണ കാണുന്ന നായ്ക്കളാകുമ്പോൾ പ്രശ്നമില്ല, അവർ നമ്മളെ ഒന്നും ചെയ്യില്ല. പക്ഷേ വേറെ ഇപ്പോൾ പുറത്തുനിന്ന് കുറേ നായകളൊക്കെ വരാറുണ്ട്. അവരാണെങ്കിൽ കുറച്ച് ഡേഞ്ചർ ആയിരിക്കും. ഇവരിപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇവരിവിടെ കുറച്ചാളായിട്ട് കാണുന്നവരാണ്. ഈ വീട് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങ് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് നിരപ്പാക്കി എന്ന് പറയാം. ഒന്നുമില്ലാണ്ട് നിരപ്പാക്കി. പിന്നെ അവിടെ ഒരു ആൾ താമസമുള്ള ഒരു വീട് കൂടി ഉണ്ട്. അതുകൂടി ഞാൻ ഈ ഒരു ഭാഗത്ത് വീട് എന്ന് പറയാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാം പോയി. ഈ വീട് കണ്ടില്ലേ? അന്ന് ഞാൻ വന്നപ്പോൾ മൊത്തം ചെളി കയറി കിടക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വീടിൻ്റെ ഒരവസ്ഥ അന്ന് ഞാൻ കാണിച്ചിട്ടില്ല. വീട് ശരിക്കും തകർന്ന് ഇതാ ഈ ഒരു പരുവത്തിലായിട്ടത് കണ്ടോ. ഈ ന്യൂനമർദ്ദ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ മിക്കവാറും ഈ വീടും വേഗം തന്നെ വീഴും. അങ്ങനത്തെ ഒരവസ്ഥയിലായിട്ടുണ്ട്. എന്തായാലും ഇവിടെ എല്ലാം ക്ലിയർ ആക്കിയിട്ടോ കടല്. ആ ചേറൊക്കെ കണ്ട് കയറ്റി എൻ്റെ വൃത്തികേടൊക്കെ പോയി. മൊത്തം മണൽ കൊണ്ട് നിറച്ചിട്ടിട്ടുണ്ട്. മഴ കൂടിയിട്ടാ.